വലിയ സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ, ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ. ഹിറ്റ്സ് ഡിഫറൻസ് എന്ന മുദ്രാവാക്യമാണ് നമ്മൾ ഈ സമ്മേളന കാലത്ത് ഉയർത്തുന്നത്. നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ, ഒരുമിച്ചിരിക്കാൻ, നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ ചിന്തകളും പങ്കുവെക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയും കാലവും ഒരു സാഹചര്യവും ഇന്നുണ്ട് എന്നുള്ളത് ഒരുപാട് പേരുടെ ചെറുത്തുനിൽപ്പിന്റെ, ഒരുപാട് പേരുടെ പോരാട്ടങ്ങളുടെ, ത്യാഗങ്ങളുടെ ഒക്കെ കർമ്മഫലമാണ്. ഞാൻ സൂചിപ്പിച്ചതാണ്, വല്ലാതെ സമരസപ്പെടുന്ന അധിനിവേശങ്ങളുടെ വല്ലാത്തൊരു കാലത്ത് നമുക്ക് മുന്നിൽ വ്യത്യസ്തനാവുക എന്നുള്ളത് ഈ കാലത്തോട് കീഴടങ്ങാതിരിക്കുകയും ഈ കാലത്തോട് നിരന്തരം കലഹിച്ചുകൊണ്ട് പോരാടുകയാണുള്ളതെന്നാണ്. ഈ കാലം എന്ന് പറയുന്നത് എല്ലാവരും നമ്മളൊക്കെ നിരന്തരമായി കേൾക്കുകയും കാണുകയും ചെയ്യുന്നതാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ പിറക്കുകയും വളരുകയും ചെയ്യുന്ന ഈ നമ്മൾ പലപ്പോഴും കാണുന്നത് ആ ജനാധിപത്യത്തെ എല്ലാ അർത്ഥത്തിലും ഇല്ലായ്മ ചെയ്യുന്ന, റദ്ദു ചെയ്യുന്ന ഭരണകൂടങ്ങളുടെ ഭീകരതയാണ്. ആ ഭീകരതയുടെ കാലത്ത് എല്ലാവരും നിശബ്ദമാവുന്ന കാലത്ത്, ഭരണകൂടങ്ങളോട്, വ്യവസ്ഥിതികളോട് കീഴടങ്ങുന്ന, സമരസപ്പെടുന്ന കാലത്ത് ഒരിടത്തും സമരസപ്പെടാതെ എല്ലായിടത്തും നമ്മളുടെ പ്രതിരോധത്തിന്റെ ശബ്ദമുയർത്തി നിരന്തരമായി ശബ്ദിച്ചുകൊണ്ട് പൊരുതാൻ നമുക്ക് സാധിക്കണമെന്ന് നിങ്ങളെല്ലാവരെയും ഓർപ്പിക്കുകയാണ്. അത് സമൂഹത്തിന്റെ വ്യവസ്ഥിതികളോടാവാം, സമൂഹത്തിനെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വർഗീയത എന്ന വിപത്തിനോടാവാം, നമ്മുടെ ചെറുപ്പത്തെ, നമ്മുടെ യുവത്വത്തെ കാർന്നു നിന്ന ലഹരിയോടാവാം. ആ ലഹരി നമുക്കറിയാം, ലഹരി വലിയ രീതിയിൽ ഇന്നത്തെ കാലത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റദ്ദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിന്തകളെ നശിപ്പിക്കുന്ന കാലത്ത് ഒരു ഭരണകൂടം, വലിയൊരു സംസ്ഥാന ഭരണകൂടം വലിയൊരു പ്രതിരോധം തീർക്കുന്നുണ്ട്, ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ. ആ പ്രതിരോധം തീർക്കുന്ന ഈ കാലത്ത് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മളൊക്കെ ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞ എടുക്കുന്നതോടൊപ്പം തന്നെ നമുക്കിടയിൽ, നമുക്ക് ചുറ്റുമുള്ള ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അത് നമുക്ക് നമ്മുടെ നാടിനോട്, നമ്മുടെ കൂട്ടായ്മയോട്, നമ്മുടെ സംഘടനകളോടൊക്കെയുള്ള വലിയ ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് SSFന്റെ ഈ സാഹിത്യോത്സവത്തിന് എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്.